ലുക്ക് ചെയ്ത ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ ആ ഫൈറ്റ് കാണുന്ന സമയത്ത് അറിയാതെ കൈയടിച്ചു പോയി. അപ്പോൾ ആ ഒരു ബോഡി എല്ലാ ക്വസ്റ്റ്യനും ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, പക്ഷേ ഗ്യാപ്പ് ഡിസ്റ്റൻസ് ഉണ്ട്. ഞങ്ങളൊരു 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അല്ല ഞാനും കണ്ടു, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കറക്റ്റാണ്. നീ അല്ല അത് പറയാതിരിക്കാൻ വേറെ ഒരു കൈയടി കൊടുക്കണം. ശരി, ഒന്ന് കൈയടിക്കും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്ത് ലുക്ക് 1.5 വർഷമൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോൾ ട്രെയിൻ ചെയ്തിട്ടാവും ചിലപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പെട്ടെന്നാണ് ബാക്ക് ടു ബാക്ക് സിനിമകളും ലുക്കിന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ അതിനെ പറ്റി അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഞാനൊരു സിനിമേൻ്റെ അത്യാവശ്യം സമയം ഉണ്ടാവാറുണ്ട് അടുത്ത സിനിമ വരാൻ. പക്ഷേ ഇത് യാദൃശികമായിട്ട് ഡേറ്റൊക്കെ അങ്ങോട്ടും പ്രശ്നമായപ്പോൾ നമ്മൾ ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ഈ സിനിമയ്ക്ക് വരേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി വളരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ടെൻഷൻ മുഹാഷിനും ഉണ്ടായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. ആ ലുക്ക് പറ്റില്ല, ആ ലുക്കിലും ഫേസൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാരക്ടറിനത് ലുക്ക് എന്നും രാവിലെ മുഹാഷിനിക്ക് മെസ്സേജ് ആക്കും, ലുക്കൊന്ന് എന്തൊക്കെ കഴിച്ച് അവിടെ കുറച്ച് പഴം പുഴുങ്ങിയത് കുറച്ച് കൂടുതൽ കഴിക്കുക. ഡയറക്ടർ ആവാൻ വേണ്ടിക്ക് തോന്നുന്നത് ഡയറക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇതെന്ത് ചെയ്യണം അങ്ങനൊന്നും ആലോചിക്കേണ്ട ഒരു ജോലിയല്ല തോന്നുന്നുണ്ട് എനിക്ക്.